ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ഒരു വീഡിയോ ആണ്. പക്ഷേ എല്ലാവരും ചെയ്യുന്നുണ്ട്. അവരുടെ 2025 ജാൻ തൊട്ടിട്ട് ഡിസംബർ വരെയുള്ള കുറേ വീഡിയോസും അവരുടെ മെമ്മറീസ് ഒക്കെ ആഡ് ചെയ്തിട്ട്. പക്ഷേ ഞാനത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം ഒരു മാസത്തിൽ ഞാൻ സ്റ്റക്കായി പോയി. ഈ ഒരു മാസത്തിൽ ഞാൻ എന്ത് ചെയ്യും? അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ ഒരു ദിവസങ്ങൾ തൊട്ടിട്ട് പിന്നെ എനിക്ക് ഞാൻ സന്തോഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഉള്ളുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുള്ള ഒരു വർഷമായിരുന്നു 2025 എന്ന് പറയുന്നത്. അപ്പം അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദംസ് ഗ്ലോബൽ കണക്ട് എന്നുള്ള ഒരു ഓഫീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ BMW എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു സ്വപ്നം നമുക്ക് സാധിക്കാൻ പറ്റി. പിന്നെ പ്യൂറോറ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഒരു ഓൺ ബ്രാൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ജ്വല്ലറിയുടെ. പറഞ്ഞു വന്നത് അച്ചീവ്മെൻറ്റ്സ് പറയുകയാണെങ്കിൽ വിഷൻ ബോർഡിലെ അച്ചീവ്മെൻറ്റ്സുകളായാലും നമ്മൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നേടിയ ഒരു വർഷമായിരുന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ എന്താ പറയുക, ലൈഫിൽ സംഭവിച്ച ഒരു വലിയൊരു ലോസായിരുന്നു എൻ്റെ ഉപ്പാടെ ഭരണം എന്ന് പറയുന്നത്. അപ്പം സെപ്റ്റംബറിൽ എൻ്റെ ഉപ്പ മരിച്ചു. അപ്പം അതിനുശേഷം എന്ന് പറയുന്നത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊക്കെ ഉയരങ്ങളിൽ എത്തിക്കാണാനും അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നത് കാണാനും നല്ലൊരു പൊസിഷനിൽ എത്തിക്കാണാനൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ എന്നല്ല, ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് ഉപ്പ എന്ന് പറയുന്നത്. അപ്പം ആ ആളുടെ ലോസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, നികത്താൻ പറ്റാത്തൊരു സാധനം എന്ന് പറയില്ലേ. അപ്പം അങ്ങനെയായിരുന്നു. അപ്പം അച്ചീവ്മെൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ ആ ഒരു അച്ചീവ്മെൻറ്റ്സ് ഒന്നും നമുക്ക് ഒരു ഹാപ്പിനെസ് തരാത്ത രീതിയിൽ ഇപ്പം ലാസ്റ്റ് എൻ്റെ അച്ചീവ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പം നമ്മൾ BMW എടുത്ത സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല നമ്മളോട് ആ ഒരു സന്തോഷം അറിയിക്കാനായിട്ട്. ആരും നമ്മളങ്ങനെ വിളിച്ചൊന്നുമില്ല. പക്ഷേ ആദ്യം അന്നത് കടകൂടായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നീട് നമ്മൾ ആദംസ് ഗ്ലോബൽ കണക്ട് പറഞ്ഞ ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ നമുക്ക് BM എടുത്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. കാരണം നമ്മുടെ സന്തോഷങ്ങളിൽ കൂടെ സന്തോഷിക്കാൻ നമുക്ക് ആൾക്കാരുണ്ടാകുമ്പോഴാണ് അതിന് ഇരട്ടി മധുരം എന്നൊക്കെ പറയും. പിന്നീട് നമ്മൾ അച്ചീവ് ചെയ്തതിലൊന്നും ആ ഒരു സന്തോഷം കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ സന്തോഷത്തിൽ കൂടെ നിൽക്കാതെ സങ്കടത്തിൽ മാത്രം വന്നിട്ട് സഹതാപം കാണിക്കുന്ന കുറച്ച് മുഖങ്ങളാണ് 2025 എനിക്ക് കാണാൻ പറ്റിയത്. സോ അവരോടാണ് പറയാനുള്ളത്, ഒന്നെങ്കിൽ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കുക. സങ്കടത്തിൽ മാത്രം വന്ന് സാധിപ്പിച്ച് കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എല്ലാവരോടും കൂടി പറയുകയാണ്, ചവിട്ടി താത്തിക്കോളൂ, ഇനിയും കുറ്റപ്പെടുത്തിക്കോളൂ, പക്ഷേ തളരാനായിട്ടുള്ളൊരു മനസ്സ് എന്തായാലും ഇപ്പോൾ ഇല്ല. ഞാനുണ്ട് 2026 ഞങ്ങൾ ഒരുപാട് ഡ്രീംസും എന്താ പറയുക, ഒരുപാട് വിഷൻസും ഒരുപാട് ഗോൾസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ കുറ്റപ്പെടുത്തിയവരോടും ചവിട്ടി താഴ്ത്തിയവരോടും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങളും ഓരോരോ വാക്കുകളും നമുക്ക് ഊർജ്ജങ്ങളായിട്ട് നമുക്ക് കൂടുതൽ മുന്നേറാനുള്ള ഒരു ഫ്യൂവലായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഇനിയും മുന്നോട്ട് പോകാൻ ഞാനും റെഡിയാണ്. ഓക്കെ, അപ്പോൾ 2026 ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. എന്തായാലും 2026 ഒരു നല്ലൊരു ഇയർ ആവട്ടെ.